രഹസ്യമായിട്ട് തിരുവനന്തപുരത്ത് വന്ന അജിത് ഡോവൽ ചിപ്സ് വാങ്ങാനല്ല പഴവങ്ങാടിയിൽ വന്നതെന്ന് സാറ് പറഞ്ഞില്ലേ, പിന്നെ എന്തിനാണ് വന്നത്? പഴവങ്ങാടിയിൽ മഹാ ചിപ്സിൽ നല്ല ഒന്നാം തരം കായ വറുത്തത് കിട്ടും. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന നല്ല ചിപ്സ്. ശരിയാണ്, പഴവങ്ങാടിയിൽ ഡോവൽ അത് വന്ന് വാങ്ങിക്കൊണ്ട് പോകുന്ന ആ കടകളിലൂടെ നടക്കുന്ന വീഡിയോ വന്നു. പക്ഷേ ഡോവൽ വന്നത് ആരും അറിഞ്ഞില്ലായിരുന്നു. ഡോവൽ അതീവ രഹസ്യമായി കേരളത്തിൽ വന്നു. Z+ സെക്യൂരിറ്റി ഉള്ള ഡോവൽ വന്നിറങ്ങിയത് ആരും അറിഞ്ഞില്ല. കേരള പോലീസ് പോലും അവസാന നിമിഷം അറിഞ്ഞത്. എന്നിട്ടൊരു സ്വകാര്യ വാഹനത്തിൽ ISROയിലേക്ക് പോയി. ISROയിൽ പോയി ചില പരിശോധനകൾ നടത്തി, മീറ്റിങ്ങുകളൊക്കെ നടത്തി, എന്നിട്ട് തിരിച്ചു പോയി. അപ്പോൾ ISR നമ്മുടെ റോക്കറ്റ് PSLV C-62ൻ്റെ പരാജയം 61 പരാജയപ്പെട്ടു, 62 പരാജയപ്പെട്ടപ്പോൾ അത് അന്വേഷിക്കാൻ വേണ്ടി പ്രധാനമന്ത്രി നേരിട്ട് പറഞ്ഞയച്ചത്. അട്ടിമറി സംശയിക്കപ്പെട്ടു. നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തു, അട്ടിമറി ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടു. എന്നിട്ട് 2 പേരെ ചരിത്രത്തിലാദ്യമായി ISROയ്ക്ക് പുറത്തുള്ള ആളെ അന്വേഷണത്തിന് വെച്ചു. അതായത് പ്രധാനമന്ത്രിയുടെ മുൻ ശാസ്ത്ര ഉപദേഷ്ടാവായിരുന്ന K. വിജയരാഘവൻ സാറിനെയും പിന്നെ ISRO ചെയർമാനായിരുന്ന സോമനാഥനെയും ഉൾപ്പെടെയുള്ള ഒരു ഹൈ പവർ, അവർ വൈസ് പ്രസിഡൻറ്റും അല്ല ചെയർമാനും വൈസ് ചെയർമാനായിട്ട് ഒരു ഉന്നതതല കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഡോവലിൻ്റെ റിപ്പോർട്ടനുസരിച്ചാണ്. ഡോവലിന് വന്ന വഴിക്ക് ഇത്തിരി ഉപ്പരി വാങ്ങിയേക്കാം എന്ന് വെച്ചു എന്ന് കരുതാം. സ്വാഭാവികമാണ്. കേരളത്തിലെ മഹാ ചിപ്സിൻ്റെ പരസ്യം കൂടിയാവും നമ്മുടെ വീഡിയോ. മഹാ ചിപ്സിലെ ഉപ്പരി വാങ്ങാൻ തീരുമാനിച്ചു. അതിന് ISRO ഇരിക്കുന്നിടത്ത് നിന്ന് പഴവങ്ങാടി വരെ വരണോ? വരുന്ന വഴിക്ക് ശാസ്തമംഗലത്ത് മഹാ ചിപ്സിൻ്റെ ഒരു ബ്രാഞ്ച് ഉണ്ടല്ലോ, അവിടുന്ന് വാങ്ങിയാൽ പോരെ? അവിടുന്ന് വാങ്ങിയാൽ വെള്ളയമ്പലം റോഡിൽ ഉണ്ട്. അവിടെയാണെങ്കിൽ അതീവ സുരക്ഷാ മേഖലയാണ്. Z+ സെക്യൂരിറ്റി ഉള്ള ആളാണ് ആര്? അജിത് ഡോവൽ. ഇന്ത്യൻ ജെയിംസ് ബോണ്ട് എന്നറിയപ്പെടുന്ന അജിത് ഡോവലിന് ലോകത്തെ പല രാജ്യക്കാർക്കും അസൂയയുണ്ട്, ശത്രുതയുണ്ട്. അദ്ദേഹം 1-2 പോലീസുകാരുടെ കൂടെയാണ് ആ മഹാ ചിപ്സിൻ്റെ ഇടനാഴി കൂടെ പോകുന്നു. ചില ചെറുപ്പക്കാർ തിരിച്ചറിയുന്നു, അദ്ദേഹം അവരുടെ കൂടെ സെൽഫി എടുക്കുന്നൊക്കെ കണ്ടു അല്ലേ? ആ ചിത്രങ്ങൾ വന്നതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തിൻ്റെ ആകെയുള്ള ഡോക്യുമെൻറ്റ്. വേറൊന്നുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് മഹാ ചിപ്സ് വാങ്ങാൻ, ഊപ്പേരി വാങ്ങാൻ വെള്ളയമ്പലം റോഡിലുള്ള ശാസ്തമംഗലത്തെ മഹാ ചിപ്സിൽ പോയാൽ പറയായിരുന്നു. വളരെ എളുപ്പമാണ്. അവിടെ ആണെങ്കിൽ ഹൈ സെക്യൂരിറ്റി റീജിയൻ, തൊട്ടടുത്ത് ഗവർണറുടെ ലോക് ഭവനുണ്ട്, ക്ലിഫ് ഹൗസ് അവിടെയാണ്. അതുകൊണ്ട് ആ പ്രദേശത്ത് സുരക്ഷ കൂടുതലാണ്. അവിടെ പോവാതെ എന്തിനാണ് പഴവങ്ങാടിയിൽ വന്നത്? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമ്മൾ പഴവങ്ങാടി വന്ന് വാങ്ങിച്ചിട്ട് പോയി എന്ന് പറയുമ്പോൾ സന്തോഷം, നല്ല ചിപ്സ് വാങ്ങാൻ വന്നു, അദ്ദേഹത്തിന് ചിപ്സ് കഴിക്കാൻ ആഗ്രഹമുണ്ട്. കാരണം കേരളത്തിൽ ജോലി ചെയ്തിട്ടുള്ള ആളാണല്ലോ ഡോവൽ. അതുകൊണ്ട് നമ്മൾ അങ്ങനെ കരുതിയ പോലെ കുറച്ചുകൂടെ നമ്മൾ സൂക്ഷ്മമായിട്ട് ആലോചിക്കണം. ഈ പഴവങ്ങാടിയിലെ മഹാ ചിപ്സിൽ നിന്ന് തൊട്ടടുത്തൊരു വലിയ സ്ഥാപനമുണ്ട്, ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന, ലോകം മുഴുവൻ ആരാധനയോടെ നോക്കുന്ന, എന്നാൽ അതീവ സുരക്ഷാ ഭീഷണിയുള്ള ഒരു സ്ഥാപനം. ഏതറിയോ? ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്താണ് അജിത് ഡോവൽ വന്നത്. അദ്ദേഹം ആ ചിപ്സ് കടയുടെ ആ തിരക്കിലൂടെ നടന്നു പോകുന്ന വീഡിയോ മാത്രമേ കണ്ടുള്ളൂ. അദ്ദേഹം ഏത് വാഹനത്തിൽ വന്നു, എവിടെ നിന്ന് വന്നു, എങ്ങോട്ട് പോയി, ഇതിൻ്റെ ഒന്നും വീഡിയോസ് ഇല്ല. അപ്പോൾ ഡോവൽ ചിപ്സ് കടയിൽ വന്നു, ചിപ്സ് വാങ്ങി എന്ന് കരുതുക. കൂടെയുള്ളൊരു പോലീസുകാരൻ്റെ ഒരു കിറ്റ് ഇരിപ്പുണ്ട്, ഓക്കെ. പക്ഷേ ഡോവൽ ചിപ്സ് വാങ്ങുന്നതിന് മുമ്പ് എവിടെയെങ്കിലും പോയോ? ഇതാണിപ്പോൾ ഒരു ചോദ്യമായി ഈ അന്വേഷണ കുതുകികളായ ആളുകളുടെ ഉള്ളിൽ ഉയരുന്നത്. അപ്പോൾ അതിന് തൊട്ട് മുമ്പ് മറ്റൊരു സംഭവം ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രി വരുന്നതിന് 2 ദിവസം മുമ്പാണ് അജിത് ഡോവൽ വന്നത്. അതിനും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് ഒരു കത്ത് പോയി. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം കടുത്ത സുരക്ഷാ ഭീഷണിയിലാണ്. ഇപ്പോൾ ശബരിമല കൊള്ളയെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട്. അതിന് സമാനമോ അതിനേക്കാളും വലിയ കൊള്ള ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട്. ഒന്ന്, ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പ്രദേശം ഒരു പ്രത്യേകം മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ കൈയടക്കിയിരിക്കുന്നു. അത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ വളഞ്ഞു വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഗുരുവായൂരും. അപ്പോൾ ഈ ക്ഷേത്രങ്ങളൊക്കെ, കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളൊക്കെ ഒരു വിഭാഗം ആളുകളെ കൊണ്ട് വളഞ്ഞിരിക്കുന്നു. അവിടെ വരുന്ന ആളുകളുടെ ഇടപെടലുകൾ, ആളുകളുടെ പ്രവർത്തികൾ, പുതിയ പുതിയ വ്യാപാര സ്ഥാപനങ്ങളുമായിട്ട് വരുന്നത് ഒക്കെ സംശയാസ്പദമാണ് എന്നൊക്കെ കാട്ടി പ്രധാനമന്ത്രിക്ക് ഒരു മെയിൽ പോയിട്ടുണ്ടായിരുന്നു. ആ മെയിൽ അയച്ചത് തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കർമ്മചാരി സംഘം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, സംഘടനയുണ്ട്. കർമ്മചാരി സംഘത്തിൻ്റെ പ്രസിഡൻറ്റ്, അദ്ദേഹം വളരെ പ്രശസ്തനാണ്, ബബ്ലു ശങ്കർ എന്ന് പറയുന്ന ആളാണ്. ബബ്ലു ശങ്കർ ഈ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ കോടതിയിലേക്ക് എത്തിച്ച ആളാണ്. അവിടെ നേരത്തെ ഒരാളുടെ മകന് സർക്കാർ ജോലി കിട്ടിയതുമായി ബന്ധപ്പെട്ട് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വെച്ച് ചിക്കൻ ബിരിയാണി വിളമ്പി അമ്പലത്തിലെ ഓഫീസിൽ.
അത് വലിയ വിവാദമായി. അതിനെതിരെ നിയമ നടപടി സ്വീകരിച്ചത് ബബ്ലു ശങ്കറാണ്. ബബ്ലു ശങ്കറിൻ്റെ ഒരു മെയിൽ പത്മനാഭസ്വാമി ക്ഷേത്രം നേരിടുന്ന പ്രശ്നങ്ങൾ, അതിൻ്റെ സുരക്ഷാ ഭീഷണി, അവിടെയുള്ള അമൂല്യമായ ബി നിലവറ ഉൾപ്പെടെയുള്ള നിലവറകളിലിരിക്കുന്ന അമൂല്യമായ സമ്പത്ത്, ഇതൊക്കെ സംബന്ധിച്ച് വളരെ വിശദമായ ഒരു മെയിൽ പ്രധാനമന്ത്രിക്ക് പോയിരുന്നു. ആ മെയിൽ സ്വാഭാവികമായും രഹസ്യാന്വേഷണ വിഭാഗത്തിന് പ്രധാനമന്ത്രി കൈമാറി, ആഭ്യന്തര വകുപ്പിന് കൈമാറി, രഹസ്യാന്വേഷണ വിഭാഗത്തിന് കൈമാറി. അത് ആരുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടാവും? ഡോവലിൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തിരുവനന്തപുരത്തേക്ക് എന്തൊക്കെയാലും വന്നു, ISROയിൽ വന്നു. ആ കൂട്ടത്തിൽ ഒന്ന് പത്മനാഭൻ്റെ സ്വത്തിനെക്കുറിച്ച് ഈ കേരളത്തിലെ അല്ല ലോകത്തിലെ ഏറ്റവും മഹത്തായ വൈഷ്ണവ ക്ഷേത്രങ്ങളിലൊന്നായ ആ ക്ഷേത്രത്തിൻ്റെ സുരക്ഷാ പ്രശ്നങ്ങൾ ഒന്ന് കണ്ടേക്കാം എന്നുകൂടി ഡോവൽ തീരുമാനിച്ചതാണെങ്കിലോ? സാധ്യതയേറിയാണ്. ഇതൊന്നും ഔദ്യോഗിക വെർഷൻ അല്ല കേട്ടോ. പക്ഷേ നമ്മളങ്ങനെ ആലോചിച്ചെടുക്കണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, എന്തുകൊണ്ടാണ് പഴവങ്ങാടിക്ക് വന്നത്? ശാസ്തമംഗലത്ത് വാങ്ങാമായിരുന്നല്ലോ. അപ്പോൾ ഇത് കൂട്ടിയിണക്കി നോക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ പറയുമ്പോൾ എന്തൊക്കെയാണ് ഈ മെയിലിൽ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ വലിയ ആശങ്ക ഉണ്ടാക്കുന്ന. ഈ ശ്രീകോവിലിൻ്റെ സ്വർണം പൂശാൻ വേണ്ടിയിട്ട് സ്വർണം കൊടുത്തു. ആ സ്വർണത്തിൽ നിന്ന് കുറച്ച് സ്വർണം കാണാതെ പോയി. എവിടെ പോയെന്നറിയില്ല. ശബരിമലയുടെ സമാനമായ കാര്യമാണ്. അവസാനം CCTV ക്യാമറ ഒക്കെ പരിശോധിച്ചപ്പോൾ അവിടുത്തെ ക്യാമറ മാത്രം പ്രവർത്തിക്കുന്നില്ല. അതെല്ലാം കഴിഞ്ഞ് വലിയ വിവാദമായി അന്വേഷണമൊക്കെ ആയപ്പോഴത്തേക്ക് അത് മണ്ണിൽ കിടന്ന് കിട്ടി. ആരും കാണാത്ത മണ്ണിൽ നിന്ന് വേറെ ദിവസം കിട്ടി. ഇനിയോ അവിടെ കോടികൾ വില മതിക്കുന്ന ഒരുപാട് സാധനങ്ങൾ നഷ്ടപ്പെടുന്നു. നഷ്ടപ്പെട്ട ദേവസ്വം ഭരണാധികാരികൾ എന്ത് ചെയ്യുന്നറിയോ? ആ സാധനം പോയെങ്കിൽ അതിൻ്റെ റിപ്ലിക്ക ഉണ്ടാക്കി അവിടെ വെക്കും. ഇങ്ങനെ ഈ ഒരു കപ്പ് പോയെങ്കിൽ ഈ കപ്പിന് പകരം ഒരു കപ്പവിടെ വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയിട്ടുള്ളവർക്കറിയാം, അവിടെ ഉരുളികളും പാത്രങ്ങളും ഒക്കെ ഉണ്ട്. അതൊന്നും സാധാരണ ക്ഷേത്രത്തിൽ സന്ദർശിക്കുന്ന ആളുടെ കൈയെത്തിയാൽ എടുക്കാൻ പറ്റില്ല. പക്ഷെ കഴിഞ്ഞ ദിവസം ഒരു നോർത്ത് ഇന്ത്യക്കാരൻ പുറത്തേക്ക് പോകുമ്പോൾ അയാളുടെ കയ്യിൽ നിന്നൊരു ചെറിയ ഉരുളി കിട്ടി, സ്വർണത്തിൻ്റെ ഉരുളി പിടിച്ചു. അതെങ്ങനെ അയാളുടെ കയ്യിൽ വന്നു എന്നത് അന്വേഷണമില്ല. അവിടെയുള്ള ഹനുമാൻ സ്വാമിയുടെ കഴുത്തിൽ നിന്ന് ഒരു രുദ്രാക്ഷമാല കാണാതെ പോയി. ദേവസ്വം എന്ത് ചെയ്തു? കൃത്യമായിട്ടത് വേറെ നിർമ്മിച്ചു കൊടുത്തു. ഇത് ക്ഷേത്രത്തിനകത്ത പ്രശ്നങ്ങൾ. പിന്നെ ഈ ബി നിലവറയെക്കുറിച്ചൊക്കെ നമ്മൾ പറയുന്നില്ല, ഇത് ഒരിക്കലും തുറന്നിട്ടില്ല എന്നൊക്കെ. അങ്ങനെയൊന്നുമല്ല. കോടതി നിയമിച്ച അമിക്കസ് ക്യൂറിയുടെ നേതൃത്വത്തിൽ അത് തുറന്നിട്ടുണ്ടെന്നേ. ഇതിനു മുമ്പ് തുറന്നിട്ടുണ്ട്, രേഖകളുണ്ട്. മാത്രമല്ല, ഞാൻ പറഞ്ഞില്ലേ, ഇത് ഈ മുതൽപ്പടിക്കാരൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അദ്ദേഹമാണ് ഭഗവാന്റെ ആഭരണങ്ങളും മറ്റ് പാത്രങ്ങളും ഒക്കെ സൂക്ഷിക്കുന്ന അറ തുറക്കുന്ന ആൾ, മുതൽപ്പടിക്കാരൻ. മുതൽപ്പടിക്കാരന് ഈ താക്കോലുണ്ട്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ഒരു സ്റ്റാഫ്, ഇവർ നിന്നിട്ടാണ് ഇത് തുറക്കുന്നത്. അപ്പോൾ കൃത്യമായി സാക്ഷികൾ സഹിതമാണ് ഇത് തുറന്ന് സാധനങ്ങൾ എടുക്കുന്നത്. അതിൽപ്പെട്ട സ്വർണ്ണമാണ് വാതിൽ പൂശാൻ കൊണ്ടുപോയപ്പോൾ കാണാതെ പോയത്. അതാണ് ദുരൂഹമായ സാഹചര്യത്തിൽ അത്ഭുതകരമായി പിന്നീട് തിരിച്ചു കിട്ടിയത്. അപ്പോൾ ഞാൻ തന്നെ ഒരു വെള്ളിയുടെയോ സ്വർണത്തിൻ്റെയോ ദണ്ട് കാണാതെ പോയി. ഒരുപാട് സാധനങ്ങൾ, ഇപ്പോൾ കണക്കുകളൊന്നും അതിലേക്ക് നമ്മൾ വിശദമായി ഞാൻ അതിലേക്ക് പോകാനല്ല നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ ഗുരുവായൂരെ സംബന്ധിച്ച് കോടികളുടെ കൊള്ള നടക്കുന്നുണ്ട്. ഗുരുവായൂർ, ശബരിമല മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരം മറ്റ് ക്ഷേത്രങ്ങളിൽ നടക്കുന്ന കൊള്ളയെക്കുറിച്ചുള്ള ഒരുപാട് വിവരങ്ങൾ നമ്മുടെ ആളുകൾ ഇപ്പോൾ ചെട്ടികുളങ്ങരയെ സംബന്ധിച്ച് ഒരുപാട് ആക്ഷേപങ്ങൾ നമ്മുടെ പ്രേക്ഷകർ വിളിച്ച് പറയുന്നുണ്ട്. കേരളത്തിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളെക്കുറിച്ചും. കേരളത്തിൽ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലുള്ളതുപോലെ തന്നെ വലിയ സമ്പത്തുള്ള വേറെയും ക്ഷേത്രങ്ങളുണ്ട്. മിനിമം 3 ക്ഷേത്രങ്ങളുണ്ട്. ഞാൻ ആ ക്ഷേത്രങ്ങളുടെ പേര് പറയുന്നില്ല, കാരണം എന്നറിയോ, നാളെ മുതൽ അവിടെ പ്രശ്നമാവും. അതുകൊണ്ട് അമൂല്യമായ സ്വത്തുക്കളുള്ള ക്ഷേത്രങ്ങൾ ഗുരുവായൂരും ശബരിമലയും പത്മനാഭസ്വാമി ക്ഷേത്രവും മാത്രമല്ല, അവിടെ നിധി ഇരിപ്പുണ്ട്. അതാരും അറിയാത്തതുകൊണ്ട് അവിടെ ഭദ്രമായി ഇരിക്കുന്നു എന്നുള്ള 3 ക്ഷേത്രങ്ങൾ എനിക്കറിയാം. ഞാൻ പറയുന്നില്ല, ഞാൻ ആ ക്ഷേത്രങ്ങളിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരം ക്ഷേത്രങ്ങളുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുകളിലൂടെ ദുരൂഹമായിട്ട് ഡ്രോൺ പറക്കുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ടാകുന്നു. പത്മനാഭസ്വാമി ക്ഷേത്രത്തെ ടാർഗറ്റ് ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. അവർ പറയുന്നുണ്ട് പത്മനാഭൻ്റെ സ്വത്ത് നാടിൻ്റെ സ്വത്താണ്, രാജാക്കന്മാർ കൊണ്ടുവച്ച സ്വത്താണ്, രാജാക്കന്മാർ അക്കാലത്ത് ജനങ്ങളെ കൊള്ളയടിച്ച് വെച്ച സ്വത്താണ്, അതുകൊണ്ട് ജനങ്ങൾക്ക് എല്ലാവർക്കും അവകാശമുണ്ട്. ഇങ്ങനെയുള്ള തിയറി കേട്ടിട്ടില്ലേ? എല്ലാ ക്ഷേത്രങ്ങളിലെയും സ്വത്ത് എന്ന് പറഞ്ഞാൽ രാജാക്കന്മാരുടെ സ്വത്താണ്. രാജാക്കന്മാർ ജനങ്ങളെ പിഴിഞ്ഞെടുത്തിട്ട് വച്ചിരിക്കുന്ന സ്വത്ത്, അതുകൊണ്ട് എല്ലാ ജനങ്ങൾക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ പള്ളി കമ്മിറ്റിക്കും കൊടുക്കണം, മുക്കറയ്ക്കും മുന്നിലേക്കും പെൻഷൻ കൊടുക്കാനും കൊടുക്കണം, കുറച്ചെടുത്ത് എന്ത് ചെയ്യണം, ക്രൈസ്തവ മാനേജ്മെൻറ്റുകൾക്കും കൊടുക്കണം. എന്തൊക്കെയായിരിക്കും? മതേതരത്വം വേണമല്ലോ, ക്ഷേത്രങ്ങൾ മതേതര സ്ഥാപനമാണല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, കേരളത്തിലെ ക്ഷേത്രങ്ങൾ, ഇന്ത്യയിലെ ക്ഷേത്രങ്ങൾ എടുക്കൂ. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ ഇപ്പോൾ അയോധ്യ, ഗുരുവായൂർ, ശബരിമല, ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം, ഇവിടെയൊക്കെ എങ്ങനെയാണ് ക്ഷേത്രങ്ങളുടെ സംരക്ഷണം ഒരുക്കുന്നത്? ആയുധധാരികളായ യന്ത്രത്തോക്ക് പിടിച്ച
പോലീസുകാരാണ് അല്ലേ? ഇന്ത്യയിൽ ഹിന്ദുക്കൾ ഭൂരിപക്ഷമുള്ള സംസ്ഥാനത്ത് ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾ ആയുധധാരികളായ പോലീസുകാർ സംരക്ഷിക്കാനില്ലെങ്കിൽ നശിപ്പിക്കപ്പെടും, കൊള്ളയടിക്കപ്പെടും. എന്നാൽ കേരളത്തിലെ എത്ര മസ്ജിദുകൾക്ക്, ഇന്ത്യയിലെ എത്ര മസ്ജിദുകൾക്ക്, ക്രമസമാധാന പ്രശ്നമില്ലാത്തടത്ത് എത്ര മസ്ജിദുകൾക്ക്, എത്ര പള്ളികൾക്ക് പോലീസിൻ്റെ കാവലുണ്ട്? അപ്പം നോക്കൂ, നമ്മൾ ഹിന്ദുക്കൾ 80% ഈ രാജ്യത്ത് ഹിന്ദുവിൻ്റെ ഒരു ആരാധനാലയം കാവലില്ലെങ്കിൽ പൊളിച്ചു കളയും. ഇതാണ് ഇന്ത്യയിലെ ഹിന്ദുക്കൾ, കേരളത്തിലെ ഹിന്ദുക്കൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. ആരാധനാലയങ്ങളൊക്കെ ഉണ്ട്, അമ്പലത്തിലൊക്കെ പോകുന്നുണ്ട്, നമ്മുടെ ചെറിയ ക്ഷേത്രത്തിൽ നിന്ന് പ്രശ്നം. വലിയ ക്ഷേത്രമാവുകയാണെങ്കിൽ ഭീഷണിയാണ്. ആരുടെ ഭീഷണി? ആരാണ് ഭീഷണിപ്പെടുത്താൻ വരുന്നത്? കള്ളന്മാരാ? കൊള്ളക്കാരാ? അതോ ഉത്തരം പ്രേക്ഷകർക്കറിയാം. നമ്മളെന്തിനാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? കാരണം ഇന്ത്യയിലെ ഹിന്ദുക്കൾ വലിയ ഭീഷണിയിലാണ്, ആശങ്കയിലാണ്. ചിലരുടെ വീറ്റോ പവറിലാണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം ഭരണകൂടം, സർക്കാരുകൾ, രാഷ്ട്രീയ പാർട്ടികൾ എല്ലാം അവർക്ക് തുണയാണ്. കണ്ണൊന്ന് തെറ്റിപ്പോയാൽ, കാവൽ മാറ്റിയാൽ നമ്മുടെ ക്ഷേത്രങ്ങൾ തകർക്കും, ഗുരുവായൂർ തകർക്കും, ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം തകർക്കും, ശബരിമല തകർക്കും, ആറ്റുകാൽ തകർക്കും. കണ്ണൊന്ന് മാറിപ്പോയാൽ മതി, കാവലൊന്ന് മാറിപ്പോയാൽ മതി. ഹിന്ദുവിന് അവൻ്റെ ക്ഷേത്രത്തിൽ ഒരു ദീപം കൊളുത്തണമെങ്കിൽ, തമിഴ്നാട്ടിൽ കണ്ടില്ലേ തിരുപ്പറംകുன்றത്ത്, ദീപം കൊളുത്തണമെങ്കിൽ മറ്റൊരു സമുദായത്തിൻ്റെ അനുമതി വേണം. അപ്പം ഇങ്ങനെ അതിഭീകരമായൊരവസ്ഥയുണ്ട്. അപ്പോൾ ഈ പശ്ചാത്തലത്തിലാണ് അജിത് ഡോവൽ തിരുവനന്തപുരത്ത് ISROയിൽ വന്നിട്ട് ISROയിലെ അട്ടിമറിയെക്കുറിച്ച് പരിശോധിച്ചതും. അതുകൂടാതെ അദ്ദേഹം ദുരൂഹമായ വിധത്തിൽ ചിപ്സ് വാങ്ങാൻ പഴവങ്ങാടിക്ക് വന്നതും. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ബബ്ലു ശങ്കറൊക്കെ ആവശ്യപ്പെടുന്നത് അദ്ദേഹം ബോധ്യപ്പെടുത്തിയത്, അദ്ദേഹത്തിൻ്റെ ഇമെയിലിലൂടെ അദ്ദേഹം ബോധ്യപ്പെടുത്തിയത് ഞാൻ മനസ്സിലാക്കുന്നത്, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ സുരക്ഷ കേരള പോലീസ് നോക്കിയാൽ പോരാ. ഇന്ത്യയുടെ ഏറ്റവും എലീറ്റായിട്ടുള്ള ഒരു സായുധ സേനയ്ക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ സുരക്ഷാ പരിപാലനം, സുരക്ഷാ ചുമതല കൈമാറണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചിട്ടില്ല കേട്ടോ, ഞാൻ മനസ്സിലാക്കിയതാണ്, മറ്റൊരു സോഴ്സിലൂടെ ഞാൻ മനസ്സിലാക്കിയതാണ്. ഏതായാലും ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുന്നുണ്ട്. ബബ്ലു ശങ്കറിനെ ഒരു ദിവസം നമ്മുടെ ചാനലിലേക്ക് വരാൻ ഞാൻ ക്ഷണിക്കുന്നുണ്ട്. ഏതായാലും ഇത് അതീവ ഗൗരവമുള്ള ഒരു സംഗതിയാണ്. ഒരു പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ചാണെങ്കിൽ അവിടുത്തെ സെക്യൂരിറ്റി സംവിധാനങ്ങളൊക്കെ ഉടനെ മാറാൻ സാധ്യതയുണ്ട്. കാരണം അജിത് ഡോവലിനും ഈ കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. അങ്ങനെയാണെങ്കിൽ പത്മനാഭൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി പുതിയ സംവിധാനം വരും, പുതിയ സേന വരും. ഒരുപക്ഷെ കേന്ദ്ര സേനയുടെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലേക്ക് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം മാറിയേക്കുമെന്നും പറഞ്ഞു കേൾക്കുന്നു. ഏതായാലും നമുക്ക് കാത്തിരിക്കാം. ഡോവൽ ഉപ്പേരി തിന്നാനുള്ള കൊതി കൊണ്ടല്ല എന്തായാലും പഴവങ്ങാടിയിലേക്ക് വന്നത് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.